എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത്. ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്ന നമ്മുടെ പ്രിയദർശൻ്റെ പഴയ സിനിമകളില്ലേ, അതായത് കാക്കക്കുയിൽ, വെട്ടം, ബോയിങ് ബോയിങ് പോലുള്ള നമുക്ക് ഭയങ്കര എന്താ ട്വിസ്റ്റും പരിപാടികളും, അതായത് പല 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 ഉഡായിപ്പുകളും കാര്യങ്ങളെല്ലാം നടത്തി അവസാനം ഒരു ക്ലൈമാക്സിൽ വന്നിട്ട് മൊത്തം പൂര അടി ബഹളമൊക്കെ ആവുന്ന ഒരു സൈസ് സിനിമ, അതായത് വെട്ടം പോലുള്ള സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, അടിപൊളിയല്ല സിനിമ. അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു പ്രത്യേകതരം ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മെഹനാസും ഫസ്മീനയും ലല്ലൂബിയും റിഫയും സഫയും എല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേകതരം ഒരു യൂണിവേഴ്സ്. അപ്പോൾ എന്താണ് കഥ എന്ന് ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. അതായത് സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണാത്തവർക്ക് ചിലപ്പം ഇതൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ആദ്യം ഒരു 2 ടീമായിട്ട് തിരിക്കാം. അതായത് ഒന്ന് മെഹനാസ് ടീം, ഒന്ന് ഫസ്മീന ടീം. ഓക്കെ, ഈ മെഹനാസിൻ്റെ ടീമിൻ്റെ ആ കഥ എടുക്കുന്ന സമയത്ത് മെഹനാസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എന്താ പറയുക ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചങ്ങായിയാണ്. ഓക്കെ, പണ്ട് ഇവരുടെ വീഡിയോസിനൊക്കെ ഭയങ്കര ഫാൻസ് ആയിരുന്നു. അപ്പോൾ ഈ മെഹനാസിൻ്റെ ആദ്യ ഭാര്യയാണ് റിഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അയ്യോ എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തേന്ന് പറഞ്ഞ് ലൈവ് ഇട്ടുകൊണ്ട് ഓടിയ മഹാനായ ഒരു വ്യക്തിയാണ് നമ്മുടെ മെഹനാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പറയുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന സമയത്തും നമ്മുടെ രണ്ടാമത്തെ കഥാപാത്രമായ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 19-20 വയസ്സുള്ള പെൺകുട്ടി മെഹനാസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് മെഹനാസിനെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് വരികയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു, എറണാകുളത്ത് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ മെഹനാസിൻ്റെ കൂടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ടീമായിട്ടുള്ള ഫസ്മീന സാക്കിർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഫസ്മീനേൻ്റെ ആ ഒരു മാർക്കറ്റൊക്കെ ഇടിയുകയും ഇങ്ങനെ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഫസ്മീന. അപ്പോൾ ഫസ്മീനേൻ്റെ ആദ്യത്തെ പ്രേമം പൊളിയുന്നു. എന്നിട്ട് രണ്ടാമത് ഫസ്മീന നമ്മുടെ ലല്ലൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിയുമായിട്ട് പ്രണയത്തിലായി കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുന്നു. ഈ ലല്ലൂബീനെ ഈ പറയുന്ന ഫസ്മീന ഒഴിവാക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന ലല്ലൂബി എന്ന് പറഞ്ഞിട്ടുള്ള മുൻ ഹസ്ബൻഡിനെ കുറിച്ച് ഈ പറയുന്ന ഫസ്മീന ഒരുപാട് വീഡിയോസ് ഇടുകയാണ്. അതായത് ഈ ലല്ലൂബീൻ്റെ കുൽസിതങ്ങളാണ് വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇതായിരുന്നു ഈ പറയുന്ന ഫസ്മീനേൻ്റെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോർച്യൂണർ അല്ലെങ്കിൽ ഒരു പുതിയ ഫ്ലാറ്റ് എടുക്കാനുള്ള പൈസ ഈ പറയുന്ന ഹസ്ബൻഡിനെ കൊണ്ട് ഫസ്മീന ഉണ്ടാക്കിയിട്ടുണ്ടാവും, യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട്. കാരണം അത്രയ്ക്കും വീഡിയോസ് ആയിരുന്നു, ഇങ്ങനെ പരമ്പരകളായിട്ടായിരുന്നു ഫസ്മീന വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടീമിനെ മനസ്സിലായല്ലോ, ഫസ്മീനയും ലല്ലൂബിയും. ആദ്യത്തേത് മെഹനാസ് സഫ. ഓക്കെ, ഇങ്ങനെ 2 ടീമായിട്ടുണ്ട്. അങ്ങനെ ഈ 2 ടീമിലെയും ഈ പറയുന്ന മെഹനാസും ഈ പറയുന്ന ഫസ്മീനയും ഇവരെല്ലാം ഫ്രണ്ട്സാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മെഹനാസിൻ്റെ വൈഫ് സഫ, ഓർക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ പേരെല്ലാം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. ഈ പറയുന്ന മെഹനാസിൻ്റെ വൈഫായിട്ടുള്ള സഫ ഈ ഫസ്മീനേൻ്റെ ഹസ്ബൻഡ് ആയിരുന്ന നമ്മുടെ ലല്ലൂബീൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന് ഇപ്പം ഈ പറയുന്ന മെഹനാസ് വന്നിട്ട് ലൈവിൽ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയാണ് കഥയുടെ കിടക്കുന്നത്. ഈ പറയുന്ന ഫസ്മീനേൻ്റെ ഹസ്ബൻഡായിരുന്ന ലല്ലൂബി എന്ന് പറയുന്നത് ഒരു സ്ത്രീലമ്പടനും ഒരുപാട് പേരെ വളച്ചിട്ട് അവരെ പറ്റിച്ചതുമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്മീന പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഫസ്മീനേനെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് സഫ എന്നാണ് നമ്മുടെ ഫസ്മീന പറയുന്നത്. ഓക്കെ, അങ്ങനെ സഹായിക്കാനും വിഷമങ്ങൾക്ക് അറുതി വരുത്താനും വന്നിട്ടുള്ള സഫ തന്നെ ഈ പറയുന്ന ഫസ്മീനേൻ്റെ ആദ്യ ഭർത്താവായിട്ടുള്ള അല്ലെങ്കിൽ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലൂബീൻ്റെ കൂടെ ഒളിച്ചോടി എന്നാണ് ഇപ്പോൾ മെഹനാസ് പറയുന്നത്. ഈ മെഹനാസ് എന്ന് പറയുന്നത് ഈ ഒളിച്ചോടിയ സഫയുടെ ഭർത്താവ്. എങ്ങനെയുണ്ട്?
നല്ല അടിപൊളി ഒരു പ്രിയദർശൻ ഫിലിം ആക്കാൻ പറ്റിയൊരു ഒരു കഥയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലല്ലുബി സഫയെ നോക്കുമോ, സഫ ലല്ലുബീനെ ഉപേക്ഷിച്ച് പോകുമോ, മെഹനാസ് ഫസ്മീനയുമായിട്ട് അടുക്കുമോ, ഈ പറയുന്ന ലല്ലുബീൻ്റെ കഥ ഈ പറയുന്ന ഫസ്മീനെ നിർത്തുമോ, ഫസ്മീനേൻ്റെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു നമുക്ക് സ്റ്റോറി കാണാം. കാരണം ഫസ്മീനേൻ്റെ വാക്കുകളിൽ നിന്നും ഇനിയുള്ള കാലം കുറച്ച് നാൾ ഈ പറയുന്ന ലല്ലുബീൻ്റെ വീണ്ടും പുതിയ പുതിയ കുൽസിതങ്ങളും ഈ സഫയുടെ പുതിയ പുതിയ കുൽസിതങ്ങളുമായിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഫസ്മീനയ്ക്ക് നല്ല ചാകരയാണ്. അതായത് ഈ പറയുന്ന യൂട്യൂബിൽ നല്ല ചാകരയാണ്. ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ലല്ലുബി ഒഴിവായി പോയപ്പോൾ ലല്ലുബീൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ലല്ലുബി ആരെയൊക്കെയാണ് പറ്റിച്ചിട്ടുള്ളതെന്ന് അവരുടെ തപ്പി കണ്ടുപിടിച്ച് ആ ഒരു കഥ. ഇനിയിപ്പോൾ സഫയുമായിട്ടുള്ള ഈ പുതിയ അവിഹിത കഥയുമായിട്ടാണ് നമ്മുടെ ഫസ്മീന വരാൻ വേണ്ടി പോകുന്നത്. സംഭവം ഇതൊക്കെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊരു കളിയായിട്ട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഈ ഫസ്മീനേൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒളിച്ചോടിയതിന് ശേഷമുള്ള സ്റ്റോറി നമുക്ക് കണ്ടു. കുറെ പേര് മെഹനാസിന്റെ സ്റ്റോറി അയച്ചു തന്നായിരുന്നു. സ്റ്റോറി അയച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി സഫേന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. സഫ കുറെ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കിൽ കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്കതൊന്നും പറയാനില്ല. എനിക്ക് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞ് കുറെ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. പോട്ടെ, അല്ലേ, സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഇതില് ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവര് കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. കിട്ടുന്ന എല്ലാം ഓക്കെയാണ്. സോ നിങ്ങൾ സൂക്ഷിക്കുക. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും വിത്ത് പ്രൂഫ്. അതെ, ഈ പറയുന്ന മെഹനാസിനാണെങ്കിലും ഈ പറയുന്ന എന്താണ് ഫസ്മീനയ്ക്കാണെങ്കിലും ഇനിയിപ്പോൾ യൂട്യൂബിൽ കുറച്ച് വ്യൂസും കുറച്ച് എന്താ പറയുക, കുറച്ച് റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു കണ്ടൻറ്റ് മാത്രമായിട്ടാണ് ഇവർ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊക്കെ ഇതേപോലുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വീഡിയോ ഇടാനും ഇതാക്കാനൊക്കെയാണ് നിൽക്കുക, അല്ലല്ലോ. നമ്മൾ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് കുത്തി അരഞ്ഞ് എൻ്റെ വൊണ്ടടാവേ പുറത്തിറങ്ങാൻ പറ്റാണ്ട് 10 ദിവസമെല്ലാം ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ചത്ത് മലച്ച് അവിടെ കിടക്കുകയാണ് ചെയ്യുക, അല്ലേ. ഇവർക്ക് പക്ഷേ ഒളിച്ചോടിയാലും കുഴപ്പമില്ല, ചാടിപ്പോയാലും കുഴപ്പമില്ല, വേറെ ഒരുത്തിൻ്റെ കൂടെ പോയാലും കുഴപ്പമില്ല, വേറെ ഒരുത്തിൻ്റെ കൂടെ പോയാലും കുഴപ്പമില്ല. അന്നേരം എല്ലാവരും കമോൺ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യൂ, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാൻ അവൻ്റെ കഥ പറയാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമാണ് ഇവരുടെയൊക്കെ. എന്താ ചെയ്യാം. അപ്പം സത്യം പറയാലോ, ഈ ഒരു കഥാപാത്രങ്ങളുടെ ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട്, നിങ്ങളും കുറച്ച് കഷ്ടപ്പെടും. വേണമെങ്കിൽ ഒരു പേപ്പറും പേനും എടുത്തിട്ട് ഇതേപോലെ എഴുതി വെച്ചോ. ഞാൻ എഴുതി വെച്ച പോലെ തന്നെ മെഹനാസ് റിഫ, ഇതായിരുന്നു ആദ്യത്തെ ഇവരുടെ കഥാപാത്രം എന്ന് പറയുന്നത്. പിന്നെ മെഹനാസ് നേരെ സഫയിലേക്ക് വന്നു. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫസ്മീനയും ലല്ലൂബിയും തമ്മിൽ അവർ കല്യാണം കഴിക്കുന്നു, അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ലല്ലൂബിയും ഈ പറയുന്ന മെഹനാസിൻ്റെ വൈഫായിട്ടുള്ള സഫയും തമ്മിൽ, എൻ്റെ പൊന്നോ, പ്രിയദർശന് കൊടുക്കുകയാണെങ്കിൽ ചങ്ങായി ഇത് വെച്ചൊരു അടിപൊളി ഒരു സ്റ്റോറി ഉണ്ടാക്കി പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൊള്ളാം. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ തലപോയിക്കൊന്നും വേണ്ട. ഇത് മറ്റേ PSCക്ക് മറ്റേ ക്വസ്റ്റ്യനായിട്ട് വരാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യനൊന്നും അല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്താണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറേ തമ്പനയിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പം വണ്ടടിക്കുക, ഇതെന്താ സംഭവം ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇതായിരുന്നു സംഭവം എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ നമ്പർ 1 പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആരെങ്കിലുമൊക്കെ ഒളിച്ചോടി പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡിവോഴ്സ് ആവുന്നു, എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് സ്വയം അവർ കണ്ടൻറ് ഇടുന്നു, എന്നിട്ട് അവർ റവന്യൂ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവരുടെ ആ ഒരു കണ്ടൻറ് വെച്ചിട്ട് നമ്മളെപ്പോലുള്ളവർ വേറൊരു കണ്ടൻറ് ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ലേറ്റസ്റ്റ് ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് അടുത്ത PSC എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ചോദ്യമായിരിക്കും ഇത്. ഈ പറയുന്ന മെഹനാസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ആദ്യ ഭാര്യയായിട്ടുള്ള റിഫയുടെ ഭരണത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായി ആണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവന് അതിൻ്റെ ആ ഒരു ഇത് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്തയിലേക്ക് ചാടാനും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊന്നിൻ്റെ പുറകെ പോകാനും
ഇപ്പം സഫ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന മെഹനാസ് ഇവനെ ഈ പറയുന്ന സഫേനെ തല്ലുന്നുണ്ടായിരുന്നു, കടിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വേറൊരു കഥയാണ്, ഇതിൽ തീരൂല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അതായത് എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് വേറെ. അതായത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം, ഒളിച്ചോടിയതിന് ശേഷം ഈ സംഭവം എന്ന് പറയുന്നത് അതിലും വലിയ സംഭവമാണ്. അതായത് മെഹനാസ് ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നുള്ള രീതിയിൽ സഫ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ ഒരു എപ്പിസോഡിൽ വേണം നമുക്ക് പറയാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കഥാപാത്രങ്ങളും ഈ ഒരു കഥയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രിയദർശനെ പോലെ ഇങ്ങനെ അൽക്കുലത്ത്, ഇങ്ങനെ ഉഡായിപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭയങ്കര ട്വിസ്റ്റായിട്ടുള്ള കഥകൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംവിധായകന് വേണേൽ കൊടുക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ